ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം കാലമായി. ഞാൻ വീഡിയോ ഇടാത്ത കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു എന്താ ഇടാത്തതെന്ന്. സംഭവം എൻ്റെ ആൾക്കാരിനാണേലും സന്തോഷമായി ചോദിച്ചപ്പോൾ. സോ അതാണ് കൊണ്ട് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ കോളേജിൽ നിന്ന് അറിയാമല്ലോ ഇപ്പോഴത്തെ വെയിലൊക്കെ ഇതാരണം കൊണ്ട് കോളേജിലൊക്കെ പോയി വന്ന് മുഖമൊക്കെ ഫുള്ള് ടാൻ അടിച്ച് എൻ്റെ കയ്യും കാലും മൊത്തത്തിൽ എല്ലാവരും ഇപ്പോൾ ടാനൊക്കെ അടിച്ചിരിക്കണേ. സോ നമ്മളൊന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. പിന്നെ മുടി ഡ്രൈ ആയി തുടങ്ങുന്നു ഗൈസ്. ഹെയർ കെയർ, സ്കിൻ കെയർ അതൊക്കെ ചെയ്യണം. പരിപാടികളിലേക്ക് കടക്കണം. ഞാൻ ഫുഡൊക്കെ കഴിച്ചിരിക്കണതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ ടാന്. എൻ്റെ കളർ ഇതല്ല. അച്ഛമ്മേൻ്റെ അടുത്ത് വന്ന് കയറിയപ്പോൾ തന്നെ ഇപ്പം നീ ശരിക്കും കറുത്തു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ഇമോഷണലി അറ്റാക്ഡ് ആയി ഗൈസ്. ഞാനോട് ഇമോഷണലി സാരമില്ല, ബ്രൗൺ ഹൗസ് ഹോൾഡ് ഇതൊക്കെ നമുക്ക് സ്ഥിരം. സോ നമുക്കപ്പോൾ കുറച്ച് വെള്ളപ്പൊടിയൊക്കെ എടുത്ത് മുഖത്ത് വെച്ചിട്ട് എന്താ തേക്കണ്ടേ നമുക്ക് ചോദിക്കാം. എന്ത് പൊടിയാണ് തേക്കണ്ടേ? ഈസിക്കാം. നമ്മൾ മഞ്ഞളും എന്താണ് കോഫി പൗഡറും പിന്നെ അരിപ്പൊടിയും തൈരെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ആക്കുന്നതായിരിക്കും. ഗൈസ്, വീട്ടിൽ നിൽക്കണതിൻ്റെ കൂടെ നമുക്ക് പൊമഗ്രാനൈറ്റ് ജ്യൂസ് എന്നുള്ള ക്യാരറ്റ് ജ്യൂസും. These are going great, huh? So guys, അപ്പം നമുക്കിനി ഫേസ് പാക്ക് സെറ്റാക്കാം. അരിപ്പൊടി ഉണ്ട് നമുക്ക്. കുറച്ച് മഞ്ഞളും ഇടാം. മഞ്ഞൾ കോഫി പൗഡറും കൂടി ഇടും. കോഫി പൗഡർ മഞ്ഞളും കൂടി ഇടും. എന്നാ കോഫി പൗഡർ. അപ്പം നമ്മൾ അരിപ്പൊടിയും കോഫി പൗഡറും കുറച്ച് തൈരും ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഗസ് അതിൻ്റെ ഒപ്പം മഞ്ഞൾ ഇടൂല. കോഫി പൗഡർ നമ്മൾ ഈ പാത്രത്തിലാണ് സ്ക്രബ് സെറ്റ് ചെയ്യുന്നത്. തൈര് ഇതാണോ തൈര്? ഹോം മെയ്ഡ് തൈരാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആയിട്ടുണ്ട്. കോഫി പൗഡർ, തൈര്, മുത്തുപ്പൊടി. ഗൈസ്, അച്ഛമ്മ നമുക്ക് വേണ്ടി കുക്കുംബർ കൊണ്ടുവന്നു. കുറച്ച് ഞാൻ പൊമക്കണ്ടിട്ട് നമ്മൾ നല്ല കൊച്ചായതുകൊണ്ട് നമുക്ക് തന്ന സാധനമൊക്കെ നമ്മൾ ഈ ചലവയാക്കി കൊടുക്കുന്നതായിരിക്കും. നല്ല പിള്ളേരുടെ ഇഷ്ടമാണ്. നമുക്ക് എന്തായാലും തന്നെ തിരിച്ച് തന്ന സ്ഥലത്ത് തിരിച്ചു വെക്കണം. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. ഇത് കണ്ടിട്ട് നല്ല ചോക്ലേറ്റ് ഹോട്ട്സിൻ്റെ പരുവട്ടുണ്ട്. എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഇത് തോന്നിക്കൊണ്ടിരിക്കുന്നു. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര കട്ടി. സോ ഗൈസ്, നമ്മൾ നമ്മുടെ പാക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കുറച്ചും കൂടെ വെള്ളം പോലെ ആക്കിയിട്ട് നമുക്കിനി മുഖത്തൊക്കെ ചേർക്കാം. സോ ഗൈസ്, നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാം. ഞാനിത് കുറച്ച് കട്ടി കൂടിയാറുള്ള കുറച്ചും കൂടെ തൈര് വെച്ച് നമുക്കിനി പയ്യനെ മുടി കെട്ടി വെച്ചിട്ട് നമ്മൾ ഫേസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ നമ്മൾ മുടി കെട്ടി വെക്കണം. നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. തടുപ്പ് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യാം ഗൈസ്. ഇത് ബോഡി സ്ക്രബ്. അതന്നെ ചൊറി പിടിച്ചാൽ നോക്കുന്നു. അതായത് അവളെപ്പോഴും മൂക്ക് വിട്ടുപോകാറുണ്ട്. മൂക്കിൽ ഇങ്ങനെ നന്നായിട്ട് പ്രത്യേകിച്ച് സ്ക്രബ് പോലത്തെ ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടല്ലോ. ആ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ആ ഹെഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട്
ഇങ്ങനെ ഒരച്ചാക്കിയാൽ പോവും. ഇവിടെ എന്തേക്കളെ ചുണ്ടിൻ്റെ മള്ള്. അച്ഛമ്മ പ്രോ ടിപ്പിന്റെ ബുക്കൊക്കെ ആയിട്ട് വരുന്നു. എന്റെ കോലം കണ്ടിവിടെ ഏറ്റവും വിഷമം വന്നത് എന്റെ അച്ഛമ്മക്കാണ്. അതുകൊണ്ട് എന്റെ അച്ഛമ്മ സ്കിൻ കെയറിന്റെ ബുക്കായിട്ട് വന്നു ഗൈസ്. ഇതൊക്കെ പഠിച്ച് എന്നോട് ചെയ്യാനാ പറയുന്നത്, ഉള്ളത് പഠിക്കാൻ പറ്റണില്ല. സോ ഗൈസ്, എനിക്ക് ഈ തീരെ ഇല്ലാത്ത കാര്യമാണ് ക്ഷമ. ഞാൻ അപ്പം അവസാനം കഴുകി കളഞ്ഞിട്ടുണ്ട്. വരച്ചിട്ട് മുഖം കുറച്ചൊന്ന് ഒരഞ്ഞേൻ്റെ ഇതിലാണെന്ന് അറിയില്ല, കുറച്ചൊന്ന് സോഫ്റ്റ് ആയ പോലെ തോന്നുന്നു. കുറേ ഇട്ട് വരച്ച് ഞാൻ എന്താണ് ഒറ്റ പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ റിസൾട്ട് ഒരു വലിയ സെറ്റപ്പ് ഉള്ള സാധനമൊന്നും അല്ല. എന്നാലും ലൈറ്റിൻ്റെ അടി വന്നിട്ടാണെന്ന് പറയാം, കുറച്ച് വെളുത്ത പോലെ തോന്നുന്നു. എൻ്റെ തോന്നലാണ്, തോന്നലാവാം. കുഴപ്പമില്ല. കുറേ ഇട്ട് വരച്ചതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായല്ലോ. ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് ഇട്ടില്ല, നമ്മൾ 2 ദിവസം ചെയ്യണം. നമ്മൾ ഹെയറിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കണം. ഓക്കേ, നമുക്ക് തലയിലൊക്കെ നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് ഷാമ്പൂ ഒക്കെ ഉള്ളതാണ്. സോ പ്ലമ്മിൻ്റെ കുപ്പിയാണ്, പക്ഷെ ഉള്ളിൽ ഓയിലാണ്. ഞാൻ ഇതിൽ വെച്ച് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആപ്ലിക്കേഷൻ സുഖമാണ് ഗൈസ്. സോ ഗൈസ്, നമ്മളങ്ങനെ അങ്ങനെ എൻ്റെ ലോങ് ഷവറൊക്കെ കഴിഞ്ഞു. സോ ഗൈസ്, നമ്മളെ ഏതായാലും ലൈറ്റ് ഇച്ചിരി കുറവുണ്ട്. സൗണ്ട് കേൾക്കുമെന്ന് എനിക്കെല്ലാം ഐഡിയയില്ല. ഫാൻ ഇടാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഫാൻ ഇട്ടില്ല കേൾക്കാൻ കുറച്ച് നമ്മൾ ഇനിയിപ്പോൾ നെയിൽസായിട്ട് വെക്കണ്ട. നെയിൽസിലെ നെയിൽ പോളിഷ് നമ്മൾ കളയാൻ പോവുകയാണ് ഗൈസ്. ഭയങ്കര ഭംഗിയില്ലാണ്ടായി. നമ്മളപ്പോൾ അത് കളയും. ഗൈസ്, മഴ പെയ്യാൻ പോവാണ് ഗൈസ്. സിദ്ധു ഞാൻ പറഞ്ഞു തോന്നിട്ട് തന്നെ ഉണ്ട് ഗൈസ്. ഇവിടെ ഇഷ്ടപ്പെട്ടുണ്ട് ഗൈസ്. മഴ പെയ്തു, വേഗം നോക്കൂ. ഞങ്ങൾ ട്വിന്നിങ് ആണ് ഗൈസ്. ഗൈസ്, മഴയത്ത് കഴിക്കാൻ അച്ഛൻ നമുക്ക് കട്ട്ലേറ്റ് മേടിച്ചിട്ട് വന്നു. Guys, he just a number and the telephone on the floor. Yeah. So guys, ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞു, അത് സാധിച്ചില്ല. സിദ്ധു റെഡിയാണ്. സോ എന്നിട്ട് സിദ്ധു മഴ ചുമ്മാ പറഞ്ഞാലും ആഗ്രഹം സാധിച്ചു. ഞാൻ എനിക്ക് മഴയത്ത് ബൈക്കിൽ പോകണമെന്ന് സിദ്ധുവിനെ കൊണ്ടു. സ്റ്റാർട്ടാക്കുന്നു, നമ്മ പോകും. ഞാൻ ഹെൽമെറ്റ് അടിച്ചിട്ടാണ്. ഇതാണ് കാണുന്നത്. ഗൈസ്, നമ്മളുടെ റൈറ്റൊക്കെ എല്ലാവരും കൂടി തന്നെ ക്യാരംസ് കളിക്കുകയാണ്. അച്ഛമ്മ പ്രോ പ്ലെയർ ആണ് ഗൈസ്. സോ ഗൈസ്, ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഇവിടെ എന്ത് ചെയ്യുവാണ്. സംഭവം ഫോണിൽ സ്റ്റോറേജും ഇല്ല, പിന്നെ ഇനിയിപ്പോൾ എത്ര ആയില്ല, എനിക്കൊന്നുമില്ല. സോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്തത് അത് നമുക്ക് അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ടാണ്. എനിവേസ് ഗൈസ്, ബൈ.